അതിരപ്പള്ളി വെറ്റിലപ്പാറയിലും പരിയാരം മൂതിരക്കണ്ണിയിലും വരന്തരപ്പള്ളി കാരികുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി. നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. KFRAയ്ക്ക് സമീപമാണ് കടുവ ഇറങ്ങിയത്. പ്രദേശവാസികൾ ഭീതിയിൽ. വാളയാർ പോക്സോ കേസുകളിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ നിയമിച്ചു. 33 വർഷത്തിലധികമായി അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന പയസ് മാത്യു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായും ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. DYSP ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി. വെറ്റിലപ്പാറ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയാണ് നശിപ്പിച്ചത്. തെങ്ങും വാഴയും കവുങ്ങും ഉൾപ്പെടെയുള്ള വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കാട്ടാനകളെ തുരത്താനുള്ള ശ്രമത്തിനിടെ ആനകൾ കർഷകർക്ക് നേരെ തിരിഞ്ഞു. കർഷകർ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. സമീപത്തെ എണ്ണപ്പന തോട്ടത്തിൽ കാട്ടാനകൾ നിലയുറപ്പിച്ചു. ആനകളെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തു. അതിനിടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് പരിസരത്തും കാട്ടാനയെത്തി. കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിയത്. പറമ്പിൽ നിലയുറപ്പിച്ച ആന തെങ്ങിൽ നിന്ന് പട്ടയും കരിക്കും പറിച്ച് ഭക്ഷിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ ഒച്ചവെച്ചാണ് ആനയെ തുരത്തിയത്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയാണ് തിരിച്ചുപോയത്. പ്രദേശത്ത് മാസങ്ങളായി ആനശല്യം രൂക്ഷമാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ജനവാസ മേഖലയിലെ പറമ്പുകളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. ആനക്കൂട്ടം പറമ്പുകളിൽ എത്തുന്നത് വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിലും ആക്രമണ ഭീതിയിൽ ആരും പുറത്തിറങ്ങാറില്ല. പുഴയുടെ സമീപത്തുള്ള പറമ്പുകളിൽ കൃഷി നശിച്ചതോടെ കർഷകർ ദുരിതത്തിലാണ്. ആനശല്യം രൂക്ഷമായിട്ടും കർഷകർക്കുണ്ടായ നഷ്ടം നികത്താനോ കാട്ടാനകളെ കാട് കയറ്റാനോ വനപാലകർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. പാലപ്പിള്ളി KFRAയ്ക്ക് സമീപമാണ് കടുവയെ കണ്ടതായി ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞത്. റോഡ് മുറിച്ച് സമീപത്തെ കശുമാവൻ തോട്ടത്തിലേക്ക് കടുവ ചാടിപ്പോകുന്നത് കണ്ടതായാണ് പ്രദേശവാസിയായ യാത്രക്കാരൻ പറഞ്ഞത്. ഇതേ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വാളയാർ പോക്സോ കേസുകളിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഒല്ലൂർ സ്വദേശി അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ നിയമിച്ചു. 33 വർഷത്തിലധികമായി അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന പയസ് മാത്യു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായും ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 6 വർഷത്തോളം പോക്സോ കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു. പാലക്കാട് പോക്സോ സ്പെഷ്യൽ കോടതിയിലായിരുന്ന വാളയാർ കേസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം എറണാകുളം CBI കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ DYSP ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുന്നതിനിടയിലാണ് തർക്കസ്ഥലത്ത് റോഡ് പണിയാൻ കരാറുകാരൻ ശ്രമിച്ചത്. നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമം നഗരസഭാ കൌൺസിലർ പരമേശ്വരൻകുട്ടി, കർമ്മസമിതി ചെയർമാൻ പവിത്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടയുകയായിരുന്നു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ഇരുകൂട്ടരും പിന്മാറാൻ തയ്യാറായില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം ശക്തമായി. മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ കരാർ കമ്പനിക്കാർ പിന്മാറിയതോടെ പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, DCC ജനറൽ സെക്രട്ടറി TM നാസർ, CPI നേതാവ് TM നാസർ, CPM ലോക്കൽ സെക്രട്ടറി TP പ്രഭേഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് ബടിയത്ത്, നഗരസഭാ കൌൺസിലർമാരായ CS സുമേഷ്, ധന്യ ഷൈൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത ചെമ്പൂത്രയിൽ സ്വകാര്യ ബസ്സിന് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. പീച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് വരുന്ന ബസ്സിന് പുറകിലാണ് കാറിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് നിർമ്മാണം പൂർത്തിയായി.
17,500 ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് സോണൽ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. 5.5 കോടി രൂപ ചെലവിലാണ് സോണൽ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺഫറൻസ് ഹാളും ലിഫ്റ്റും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങും. ഒല്ലൂരിലെ നിലവിലെ മാർക്കറ്റും ടൗൺ ഹാളും സോണൽ ഓഫീസിന്റെ സമീപത്തേക്ക് മാറ്റും. ഒല്ലൂർ റോഡ് വികസന പ്രവർത്തികളും ഉടൻ ആരംഭിക്കും. സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി 23-ന് രാഷ്ട്രീയ പാർട്ടികളുടെയും 29-ന് സർവകക്ഷി യോഗവും ചേരും. 4ാം ഘട്ടത്തിൽ ഒല്ലൂരിലെ പഴയ മാർക്കറ്റിൽ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും. നിർമ്മാണം മുടങ്ങിയ കിഴ്പുള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിച്ചു. താന്യം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയുള്ള പദ്ധതിക്ക് 2017-ൽ സംസ്ഥാന സർക്കാർ 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ മരണപ്പെട്ടതിനെ തുടർന്ന് നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു. പിന്നീട് GST തുക കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ലഭ്യമായിരുന്നില്ല. പദ്ധതി പൂർത്തീകരണത്തിനായി 2,06,51,000 രൂപയുടെ ഭരണാനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അംഗപരിമിതന് പുതിയ കാർ നൽകുന്നതിൽ കാലതാമസം വരുത്തിയ കാർ വ്യാപാരിക്ക് പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കോടതി. അംഗപരിമിതർക്ക് കാർ വാങ്ങുമ്പോൾ GSTയിൽ നൽകുന്ന ഇളവ് അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവ് നൽകിയെങ്കിലും കാർ ഡെലിവറി ചെയ്യുന്നതിൽ കാലതാമസം വരുത്തിയത് വാഹന വ്യാപാരിയിൽ നിന്നുണ്ടായ സേവനത്തിലെ വീഴ്ചയാണെന്ന് കണ്ടായിരുന്നു ഉപഭോക്തൃ കോടതി വിധി. 10,000 രൂപ നഷ്ടപരിഹാരവും 2,000 രൂപ കേസിന്റെ ചിലവിലേക്കും 4% വാർഷിക പലിശ സഹിതം നൽകാൻ ചാലക്കുടിയിലെ വാഹന വ്യാപാരിയായ മാരുതി സുസുക്കി അരേന എന്ന സ്ഥാപനത്തോടാണ് ജില്ലാ ഉപഭോക്തൃ കോടതി നിർദ്ദേശിച്ചത്. അംഗപരിമിതനായ പുത്തൻചിറ സ്വദേശി BK സന്തോഷ് ഫയൽ ചെയ്ത് കേസിലായിരുന്നു പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ R രവീന്ദ്രൻ, S ശ്രീജ എന്നിവരടങ്ങിയ ജില്ലാ ഉപഭോക്തൃ കോടതി ബെഞ്ചിന്റെ വിധി. മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവമായി പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നുള്ള കൗതുക വസ്തുക്കൾ. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തയ്യാറാക്കിയ ഓട്ടോറിക്ഷയും തലയുയർത്തി നിൽക്കുന്ന കുട്ടിക്കൊമ്പനും മയിലും മാനും പൂച്ചയും ജിറാഫുമെല്ലാം നഗരസഭാങ്കണത്തിലെത്തുന്നവർക്ക് കൗതുകമായി. പ്ലാസ്റ്റിക് എത്ര കിട്ടിയാലും മനോഹരമായ ക്രാഫ്റ്റുകളാക്കി മാറ്റുന്ന ചേലക്കര സ്വദേശി 22-കാരനായ ഷിബുവാണ് ഈ പ്ലാസ്റ്റിക് ശില്പങ്ങൾ നഗരസഭാ സെക്രട്ടറി മനോജിന് കൈമാറിയത്. സ്പ്രേ പെയിന്റിംഗ് തൊഴിലാളിയായ ഷിബു ഒഴിവു സമയങ്ങളിലാണ് ഇവ നിർമ്മിക്കുന്നത്. സ്വച്ഛ് സർവേഷൻ 2024-ന്റെ ഭാഗമായുള്ള പ്രദർശനം ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. ഉപയോഗശൂന്യമായ വസ്തുക്കളെ മനോഹരവും വ്യത്യസ്തവുമാക്കി മാറ്റുക എന്ന അവബോധം ജനങ്ങളിൽ ഉളവാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് പ്രദർശനം. TCV വടക്കാഞ്ചേരി. മരത്താക്കരയിൽ പെട്ടി ഓട്ടോയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പെരുവാങ്കുളങ്ങര സ്വദേശി തെക്കൂട്ട് വീട്ടിൽ ബിജു, പടവരാട് സ്വദേശി ചേലക്കര വീട്ടിൽ പൈലുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിമുക്ത തീരദേശം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭാ ടീമും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും പ്രദർശന ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. പഞ്ചവടി ക്രിക്കറ്റ് മൈതാനത്ത് നടന്ന മത്സരത്തിൽ കോസ്റ്റൽ പോലീസ് വിജയികളായി. ചാവക്കാട് നഗരസഭയെ കൌൺസിലർ ഷാനവാസും കോസ്റ്റൽ പോലീസിന്റെ സംസ്ഥാന താരം അവിനാശ് മാധവനും നയിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തദ്ദേശീയർക്ക് ദർശനത്തിനുള്ള ക്യൂ പുറത്തേക്ക് മാറ്റിയതിനെതിരെ CPM രംഗത്ത്. നാട്ടുകാർക്ക് ദർശനത്തിന് പ്രത്യേക പരിഗണന ഏർപ്പെടുത്തണമെന്ന് CPM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രദേശവാസികൾക്ക് ദർശനത്തിന് പ്രയാസമുണ്ടാകാതിരിക്കാൻ ഭരണസമിതി ജാഗ്രത പുലർത്തണമെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജ് ആവശ്യപ്പെട്ടു. CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ക്ഷേത്രം മാനേജരെ സ്ഥലം മാറ്റിയതിൽ CPM അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി താൽപര്യങ്ങൾക്കപ്പുറം ദേവസ്വം ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതായി ആക്ഷേപമുണ്ട്. നാട്ടുകാർക്കുള്ള ക്യൂ സംവിധാനം പുറത്തേക്ക് മാറ്റിയതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ക്ഷേത്രം ജീവനക്കാർ ഭക്തരോട് അപമര്യാദയായി പെരുമാറുന്നുവെന്ന പരാതിയും വ്യാപകമാണ്. ശ്രീകോവിലിന് മുന്നിൽ പോലും ദേവസ്വം ജീവനക്കാരും ഭക്തരും തമ്മിൽ വാക്കേറ്റമുണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ ദേവസ്വം ഭരണസമിതി ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നാണ് പരാതി.
CPM മണലൂർ ഏരിയ സമ്മേളനം 20 മുതൽ 23 വരെ പാവറട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 20-ന് പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ നടക്കും. 21-22 തീയതികളിൽ പ്രതിനിധി സമ്മേളനം, 23-ന് ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. 171 അംഗങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ CK വിജയൻ, TV ഹരിദാസൻ, VJ സുബ്രഹ്മണ്യൻ, PA രമേശൻ, CL ജോഷി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കേരള സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വയോജന അവകാശ പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കും. എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ നൽകുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഫോറം ആവശ്യപ്പെടുന്നത്. ജനുവരി 15-ന് സാഹിത്യ അക്കാദമി ഹാളിൽ കൺവെൻഷൻ നടത്തും. പ്രസിഡന്റ് AC സുരേഷ്, സെക്രട്ടറി മാർട്ടിൻ P. പോൾ, സംസ്ഥാന സമിതി അംഗം ജോഷി വർക്കി പറപ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റിസോർട്ട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ SN പുരത്തെ പ്രവാസി സംരംഭകനിൽ നിന്ന് 80 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. പ്രവാസിയായ ER അജയന്റെ 5.5 ഏക്കർ വരുന്ന സ്ഥലത്ത് റിസോർട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവ പ്രൊജക്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ KS പ്രസാദ്, അമ്മിണി പ്രസാദ് എന്നിവർ പലപ്പോഴായി 80 ലക്ഷം രൂപ കൈപ്പറ്റി കബളിപ്പിച്ചതായാണ് ആരോപണം. റിസോർട്ട് നിർമ്മാണത്തിന് തറക്കല്ലിടൽ നടന്നുവെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന സാഹചര്യത്തിൽ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി അജയൻ തൃശൂരിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അജയന്റെ സഹോദരൻ ER ജോഷി, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ER ഷാജി എന്നിവരും പങ്കെടുത്തു. ജില്ലയിലെ ലക്ഷക്കണക്കിന് കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന വനഭേദഗതി കരട് വിജ്ഞാപന ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ബിൽ കത്തിച്ച് നാളെ സമരം നടത്തും. രാവിലെ 11-ന് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിലും വൈകിട്ട് 5-ന് കളക്ടറേറ്റിന് മുന്നിലും സമരം നടത്തും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി KN ഗോവിന്ദൻകുട്ടി, AR സുകുമാരൻ, ML ജോസഫ്, ഗുരുവായൂർ ഷാജി ചിറ്റിലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണത്തല KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, R രവികുമാർ, PK ജമാൽ, ബീന രവിശങ്കർ, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം 5ാമത്തെ പ്രാവശ്യമാണ് ഈ ബിൽ ഇങ്ങനെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത്. CPIM ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വർഗീയ അജണ്ടകൾ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് MM വർഗീസ് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, KK രാമചന്ദ്രൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം മന്ത്രി ഡോക്ടർ R ബിന്ദു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പൂത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും. അതിനെ രൂപം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അഴീക്കോട് മുനയ്ക്കൽ മുസ്രീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് ET ടൈസൺ MLA അറിയിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 31-ന് സമാപന സമ്മേളനം മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കടലിലേക്ക് ഉല്ലാസയാത്ര, വാട്ടർ സ്പോർട്സ്, ബീച്ച് വോളി മത്സരം എന്നിവയും ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. ജനറൽ കൺവീനർ KP രാജൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MS മോഹനൻ, കൺവീനർ CA നസീർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എറിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ വാട്ടർ ATM സ്ഥാപിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസീം, നജ്മ കൊടകര മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജിയെ അനുസ്മരിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. പൂനിലാർക്കാവ് ദേവസംഭരണ സമിതി അംഗം VS വത്സകുമാർ, വൈസ് പ്രസിഡന്റ്
കൊളായിൽ വേണുഗോപാൽ, വിജിൽ ആർ മേനോൻ, അരുൺ പാലാഴി എന്നിവർ സംസാരിച്ചു. തൊലി കളയാത്ത കൂർക്കയ്ക്ക് വിൽപ്പന കുറവ്. കൂർക്ക തൊലി കളഞ്ഞ് വിൽപ്പനയ്ക്കെത്തിച്ച് കർഷകർ. തൊലി കളഞ്ഞ് ചീത്തയാകാതിരിക്കാൻ വെള്ളം നിറച്ച പോളിത്തീൻ കവറിലാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നന്നാക്കിയ കൂർക്കയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ അധിക വില നൽകണം. കൂർക്കയുടെ ഈറ്റില്ലമാണ് പരിയാരം പഞ്ചായത്തിലെ കൂർക്കമറ്റം. തൊലി കളഞ്ഞ കൂർക്ക വാങ്ങാൻ ആളുകൾ ഏറെയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഹോട്ടലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണമാല ഉടമയെ കണ്ടെത്തി കൈമാറി. ചന്ദ്രാപിന്നി മർവ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയ പട്ടാമ്പി സ്വദേശിനി ജുവേരിയുടെ 1 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. ചായ കുടിക്കാനെത്തിയവർക്കാണ് മാല ലഭിച്ചത്. മാല ഹോട്ടൽ ഉടമയെ ഏൽപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വിവരം അറിഞ്ഞെത്തിയ മാല ഉടമയ്ക്ക് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI KS സൂരജിന്റെ സാന്നിധ്യത്തിൽ ഹോട്ടൽ ഉടമ PH അഹമു, പൊതുപ്രവർത്തകൻ സലീം എന്നിവർ കൈമാറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് പെൻഷൻ ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് പതാക ഉയർത്തി. യോഗം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി, ട്രഷറർ CL പിയൂസ്, KS സക്കറിയ, MK ശാന്ത എന്നിവർ സംസാരിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, VV സജീന്ദ്രൻ, VA ദിവാകരൻ, AK അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. 20 മുതൽ 23 വരെ പാവറട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതരം ബോധവും ധാരണയും ചിന്തയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു? അമേരിക്കയ്ക്ക്. നമ്മളൊന്നും അമേരിക്കയിലല്ല ജീവിക്കണേ, പക്ഷേ അമേരിക്കക്കാരെ അരിമ്പൂരിൽ വിവിധ ഉത്സവ കമ്മിറ്റികളിൽ നിന്നായി 17 സെറ്റ് കാവടി ഘോഷയാത്രകൾ അണിനിരന്ന ധനുപൂയാഘോഷം വർണ്ണാഭമായി. പീലിക്കാവടി, പൂക്കാവടി, ചിന്ത്, കാവടി, തെയ്യം, അനുഷ്ഠാന കലാരൂപങ്ങൾ എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അരിമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി പാൽക്കാവടി അഭിഷേകം നടത്തി. പൂർവിക കാവടി സെറ്റ്, കോവിൽ റോഡ് കാവടി സെറ്റ് എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. നാട്ടാനച്ചട്ടം പാലിച്ച് ആനകളുടെ എണ്ണം കുറച്ചായിരുന്നു എഴുന്നള്ളിപ്പ്. ഉത്സവത്തിന്റെ ഭാഗമായി മൂലക്ഷേത്രത്തിൽ നിന്നും 100-ലേറെ സ്ത്രീകൾ പാൽക്കുടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KN ഭാസ്കരൻ, സെക്രട്ടറി KS രമേശ് എന്നിവർ നേതൃത്വം നൽകി. AITUC നടത്തിയ തൊഴിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, ജാഥ ക്യാപ്റ്റൻ TJ ആഞ്ചലോസ്, ഡയറക്ടർ KG ശിവാനന്ദൻ, വൈസ് ക്യാപ്റ്റൻ KK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ, TK സുധീഷ്, VR മനോജ്, ജെയിംസ് റാഫേൽ, അഡ്വക്കേറ്റ് PK ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൃദയത്തിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലുള്ള യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പറപ്പൂർ സ്വദേശി പാണേങ്ങാടൻ വിൽസൺ മകൻ സാവിയോ ആണ് തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. ഗൾഫിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സാവിയോ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഹൃദയത്തിൽ അണുബാധ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വാൽവ് 2 തവണ മാറ്റിവെച്ചു. അതിസങ്കീർണമായ 2 ശസ്ത്രക്രിയകൾ കഴിഞ്ഞുവെങ്കിലും അണുബാധ കൂടി. വിദഗ്ധ പരിശോധന നടത്തിയെങ്കിലും അണുബാധയുടെ കാരണം കണ്ടെത്താനായില്ല. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന സാവിയോയുടെ ചികിത്സയ്ക്കുള്ള സാമ്പത്തിക ചിലവുകൾ ഇവരുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. സാവിയോയുടെ മടങ്ങിവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഭാര്യയും 3 വയസ്സുള്ള മകളും അടങ്ങുന്ന കുടുംബം. TCV ന്യൂസ്, തൃശൂർ.
പാവറട്ടി വെന്മേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷം 20, 21, 22 ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിളംബര ഘോഷയാത്ര, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ 3 ദിവസങ്ങളിലായി നടക്കും. സംഘാടക സമിതി ചെയർമാൻ PA കരീം, PTA പ്രസിഡന്റ് മുഹമ്മദ് സിംല, പ്രധാന അധ്യാപകൻ ജോയ് ചെറിയാൻ, പ്രിൻസിപ്പൽ അബ്ദുൽ റസാഖ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജിൽസൺ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാവ് പുറമ്പോക്ക് ലേലം റെക്കോർഡ് ഭേദിച്ചു. 56,17,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. കോതപറമ്പ് സ്വദേശി TK അജിതനാണ് ലേലം ഉറപ്പിച്ചത്. 51,05,000 രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലേലത്തുക. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. ആശുപത്രി പരിസരം ടൈൽ വിരിക്കാനും രോഗികളുടെ കൂടെ എത്തുന്നവർക്ക് വിശ്രമിക്കുവാനുമുള്ള സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൌന്ദര്യവൽക്കരണ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് ജലീൽ ആദൂർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിനംപ്രതി ഒരു 200ഓളം രോഗികൾ ഇവിടെ OPയിൽ വരുന്നതാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള പ്രവർത്തനമൊക്കെയായിട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാനും മുമ്പ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ചെയർമാനായിരുന്നു. ഈ ആശുപത്രിയുടെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു, പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ആശുപത്രിയുടെ മുൻവശം മഴക്കാലമായാൽ വെള്ളക്കെട്ടും അതുപോലെ ചളിയും ഉണ്ടാവാറുണ്ട്. വേനലായാൽ പൊടിപടലും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മൾ ടൈലൊക്കെ വിരിക്കാനും അതുപോലെ തന്നെ രോഗികളുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഒരു വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളും ഒക്കെ ആയി ഒരു സൗന്ദര്യവൽക്കരണം നടത്തുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഒരു 15 ലക്ഷം രൂപ ഈ പ്രവൃത്തിക്ക് വേണ്ടി അനുവദിക്കുകയും അതിന്റെ തുടർ നടപടികൾ നടന്നു വരുന്നതുമായിട്ടും അറിയിക്കുന്നു. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, മേളം, കാവടിയാട്ടം എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. മേളത്തിന് കേളത്ത് സുന്ദരന്മാരാരും പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജന്മാരാരും പ്രമാണികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ സത്യൻ കുറുവത്ത്, രഘു പാട്ടത്തിൽ, സജി പെരുമ്പിള്ളി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീവിദ്യാ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 21 മുതൽ 25 വരെ കൊടുങ്ങല്ലൂർ ശൃംഗപുരം ശിവക്ഷേത്ര പരിസരത്ത് ശ്രീവിദ്യാ മഹായാഗം നടത്തും. 21 വൈകിട്ട് യജ്ഞശാലയിൽ ദീപം തെളിയും. വിജി തമ്പി അധ്യക്ഷനാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ പൂജകളും ഹവനങ്ങളും ഉണ്ടാകും. മേൽശാന്തി അഡ്വക്കേറ്റ് ത്രിവിക്രമ അടികൾ, കൺവീനർ രാജീവ് രാമൻ, PR സജീവൻ, അജീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 9ാമത് മുസ്രീസ് ക്രിസ്തുമസ് കാർണിവൽ ഈ മാസം 21 മുതൽ 29 വരെ നടക്കും. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്താണ് കാർണിവൽ ഒരുക്കുന്നത്. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്യും. സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഷൈജൻ കളത്തിൽ, സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ഷാജി സെബാസ്റ്റ്യൻ, ഫിനാൻഷ്യൽ കൺവീനർ ബെന്നി വഞ്ചിപ്പുര, ജോയിന്റ് കൺവീനർമാരായ OA ജെൻട്രിൻ, ദീപക്, ജോഷി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പ്രൊഫഷണൽ CLCയുടെ ആഭിമുഖ്യത്തിൽ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ നടത്തുന്ന മെഗാ ഹൈടെക് ക്രിസ്മസ് കരോൾ മത്സര ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 21-ന് ടൗൺഹാൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മത്സര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ പ്രമുഖ 5 ടീമുകൾ മത്സര ഘോഷയാത്രയിൽ പങ്കെടുക്കും. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ജനറൽ കൺവീനർ ഡേവിസ് പടിഞ്ഞാറേക്കാരൻ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഹാലിദ് തുലാപ്പറമ്പൻ, CLC വൈസ് പ്രസിഡന്റ് ജോസ് തട്ടിൽ, പബ്ലിസിറ്റി ചെയർമാൻ സെബി അക്രക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
നെല്ലുവായ് പാണാട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. നടത്തറ രാജനും മച്ചാട് കനകനും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. മുരിങ്ങത്തേരി സജീവ് പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിച്ചു. കോൺഗ്രസ് നേതാവും കോലഴി പഞ്ചായത്ത് അംഗവുമായ കെ ജെ ചാണ്ടിയുടെ 6ാം ചരമവാർഷികം കോലഴി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കോലഴി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, KA ഗോവിന്ദൻ, PS വേണുഗോപാൽ, MR രവീന്ദ്രൻ, KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7135, പവന് 57,080, വെള്ളി ഗ്രാമിന് 97, പ്ലാറ്റിനം ഗ്രാമിന് 3224 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളി വെറ്റിലപ്പാറയിലും പരിയാരം മോതിരക്കണ്ണിയിലും വടന്തരപ്പള്ളി കാരുകുളം കടവിലും കാട്ടാനകൾ ഇറങ്ങി. നിരവധി കാർഷിക വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. KFRIക്ക് സമീപമാണ് കടുവ ഇറങ്ങിയത്. പ്രദേശവാസികൾ ഭീതിയിൽ. വാളയാർ പോക്സോ കേസുകളിൽ CBI സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ നിയമിച്ചു. 33 വർഷത്തിലധികമായി അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന പയസ് മാത്യു നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായും ഗവൺമെന്റ് പ്ലീഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നാട്ടുകാർ തടഞ്ഞു. DYSP ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.